ഹായ് ഫ്രണ്ട്സ്, സെൻട്രൽ ഗവൺമെൻറ് പുതിയൊരു ജോബ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയീസ് ഉള്ളത് നമ്മുടെ ലക്ഷദ്വീപിൽ എന്നാണ് പുതിയൊരു പഠന റിപ്പോർട്ട് പറയുന്നത്. പുതിയൊരു പഠന റിപ്പോർട്ടിൽ മാത്രമല്ല, ഇതിൻ്റെ ഇടക്കും പിന്നെ കഴിഞ്ഞ വർഷവും ഒക്കെ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയീസ് ഉള്ളത് നമ്മുടെ ലക്ഷദ്വീപിൽ എന്നാണ്. ഇതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന യുവതലമുറ തന്നെയാണ് ഇതിന് കാരണക്കാർ. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലിക്ക് കയറുന്നതിലൂടെ ഒരു ചെറുതായിട്ടെങ്കിലും ഇതൊന്ന് കുറച്ച് നിർത്താൻ വേണ്ടി പറ്റും. നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് മാറാൻ വേണ്ടിയിട്ടുള്ള. അത് എന്തൊക്കെയാണെന്നുള്ള ഒരു വിശദമായ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് നബാർഡിൻ്റെ അണ്ടറിൽ വിളിച്ചിരിക്കുന്ന ഓഫീസ് അറ്റൻഡർ പോസ്റ്റിലുള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് ആണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. OBC 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ST ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, PWD കാൻഡിഡേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫീസ് വരുന്നത് SC/ST കാൻഡിഡേറ്റിനും PWD കാൻഡിഡേറ്റിനും 50 രൂപയാണ്. ബാക്കിയുള്ളവർക്ക് 450 രൂപയാണ് ഫീസ് വരുന്നത്. എക്സാം വരുന്നത് ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ പ്രിലിംസ് ആണ്. പ്രിലിംസിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് മെയിൻ, അത് കഴിഞ്ഞിട്ട് ഒരു ലാംഗ്വേജ് ഓറിയൻറ്റഡ് ടെസ്റ്റാണ്. അത് നമ്മൾ ഇപ്പോൾ ഏത് സ്റ്റേറ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. നമ്മൾ ഡൽഹിയിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഹിന്ദി അറിഞ്ഞിരിക്കണം. അതുപോലെ ഏത് ലാംഗ്വേജിലാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നോക്കുമ്പോൾ അവിടെ വേക്കൻസീസ് കൂടുതലാണെങ്കിൽ നമുക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ കൊടുക്കരുത്. അറിയാമെങ്കിൽ നിങ്ങൾ കൊടുത്തു പോയിട്ട്. ഒക്ടോബർ 2 ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഒക്ടോബർ 23 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിനുള്ള അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതുക. അപ്ലൈ ചെയ്യേണ്ടത് www.nabad.org. എന്ന വെബ്സൈറ്റിൽ കയറി ഒക്ടോബർ 2 ശേഷം. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിക് പേ വരുന്നത് 35,000 ആണ് വരുന്നത്. അതുപോലെ തന്നെ എക്സ് സർവീസുകാർക്ക് അപ്ലൈ ചെയ്യാൻ അവർക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനും 15 വർഷത്തെ ഡിഫൻസിലുള്ള സർവീസും ഉണ്ടെങ്കിൽ എക്സ് സർവീസുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലോട്ട്.